ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായേക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന നിയമന സമിതി യോഗമാണ് തെരഞ്ഞെടുത്തത്. നിയമന വാർത്ത പുറത്തുവിട്ടത് നിയമന സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൗധരിയാണ്. നിയമനത്തിൽ വിയോജിച്ചെന്നും ആധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. निपटने के लिए आज हमें जरूरी था कि 2 इलेक्शन कमिश्नर के चयन हुआ। हाँ, बलविंदर संधू है और एक केरल के मिस्टर गणेश। ये तो होना ही था, जो होना ही था हो रहे हैं। और मैं यूं कि मेरे पास कोई तो ज़्यादा जानकारी नहीं है, अचानक ये सारी जानकारी आप लोग अभी अभी दे रहे हैं मीटिंग शुरू होने की 10 मिनट पहले। मैं उतने महाज्ञानी तो नहीं है कि सारे इनको आता पता ढूंढ ले, सारे इनकी बायोडाटा को तलाश करके इनको इंटीग्रिटी क्या है, इनकी तजुर्बा क्या है, इनकी सक्षमता क्या है, इसको भापना मेरे लिए असंभव होती है. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, ഇപ്പോൾ ആധിർ രഞ്ജൻ ചൗധരി പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിൽ ഡിസന്റ് നോട്ട് നൽകിയിട്ടുണ്ട് താനെന്ന് ആധിർ രഞ്ജൻ ചൗധരി പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ വലിയ കാര്യമുണ്ടാകില്ല എന്ന് തോന്നുന്നു, കാരണം സർക്കാരിന് ഭൂരിപക്ഷമുണ്ട് സമിതിയിൽ. എന്നാൽ നാളെ ഈ ഹർജി പരിഗണിക്കാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇത് തിടുക്കപ്പെട്ട ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് രണ്ടും കൂടി നമ്മൾ ബന്ധപ്പെടുത്തണമോ? തീർച്ചയായിട്ടും പ്രഖ്യാപനം ഉണ്ടാകും അനുജ. കാരണം സ്റ്റാറ്റസ് കോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ 3 പേരുടെയും പ്രവർത്തിക്കുന്നു എന്ന വിധത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിജ്ഞാപനം ഇറക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഈ സമിതിയുടെ തീരുമാനം ഇതിനകം തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അന്തിമഘട്ടത്തിൽ പൂർത്തിയാകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം രാഷ്ട്രപതി ഇത് വിജ്ഞാപനം ഇതിൽ ഒപ്പിടുകയും വിജ്ഞാപനം ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഇവർ ഇന്ന് തന്നെ ഈ ചുമതല ഏറ്റെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് ചുമതലയേൽക്കുക നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായി മാറുക, ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമിതിക്ക് മുന്നിലെത്തിയ പട്ടികയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആധിർ രഞ്ജൻ ചൗധരി ആ പട്ടിക മുൻകൂറായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിയമമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ ഏതാണ്ട് 200-ലധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ സമിതിയിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലാണ് ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ സഹകരണ വകുപ്പിന്റെ മുഖ്യ ചുമതല ജ്ഞാനേഷ് കുമാറിനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ജ്ഞാനേഷ് കുമാറിനെയും ഒപ്പം സന്ധുവിനെയും നിർദ്ദേശിച്ചതും ആഭ്യന്തരമന്ത്രിയാണ് എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം അനുസരിച്ച് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി ആണ് ആ സമിതിയിൽ അംഗമായി ഉണ്ടാകുന്നത്. അത് പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ യോഗത്തിന്റെ ഭാഗമായത്. എന്നാൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് എന്ന രീതിയിൽ സമിതി യോഗത്തിൽ പങ്കെടുത്ത ആധിർ രഞ്ജൻ ചൗധരി അദ്ദേഹം ഈ നോട്ട് മുൻകൂറായി നൽകാത്തതിനെതിരെ ആദ്യം ഡിസന്റ് നൽകി. രണ്ടാമത്തത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസന്റും അദ്ദേഹം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് വന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരം.